കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അബി, അഖിൽ, നിങ്ങൾ അകത്തേക്ക് പോ. നിങ്ങൾ ആ തട്ടിലെ വെള്ളം കൊണ്ടുപോയി ചെടികൾ കൊഴിച്ചിട്ട് വാ. ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളകരമായിട്ട് നടന്നു. ഇനി വരും വർഷങ്ങളിലും ഇതുപോലെ വ്രതം എടുക്കണം. ഏട്ടത്തിയുടെ ആശീർവാദം ഉണ്ടായാ മതി. മരുമക്കള് ഓരോ മാസവും ഓരോ ദിവസവും ഈ പൂജയും വ്രതമൊക്കെ എടുക്കും. ഏടത്തി ഏട്ടത്തി പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് ഇവരോടൊപ്പം ഈ വ്രതത്തിൽ പങ്കെടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. നിങ്ങൾ എല്ലാരും പൂജയും വ്രതം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ ആ കാർത്തിയാനിക്ക് വെറ്റിലും പാക്കും കൊടുത്തോ? കൊടുത്തളേമേ. സരസ്വതിയുടെ വീട്ടിലോ? കൊടുത്തു. എല്ലാ സുമംഗലികൾക്കും കൊടുത്തില്ലേ പവനെ? കൊടുത്തമ്മേ. അപ്പൊ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി എല്ലാ വെറ്റിലയും പാക്കും കൊടുത്തു തീർത്തു എന്നർത്ഥം. എല്ലാവർക്കും കൊടുത്ത ആന്റി. വേണമെങ്കിൽ എന്റെ ബാഗ് നോക്കിക്കേ, ഇതിനകത്ത് ഒന്നുമില്ല, ഒന്നും തന്നെ ബാക്കിയില്ല. മോളെ വസു, നിന്റെ ബാഗ് ഒന്ന് കാണിച്ചേ. എന്താ മോളെ, ബാഗ് തുറന്ന് കാണിക്കാൻ പറഞ്ഞപ്പോ രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? എന്തു പറ്റി പവനെ? അതെന്താന്ന് വെച്ചാ അമ്മേ, നീ ആദ്യം ആ ബാഗ് തുറന്നൊന്ന് കാണിക്കുമോളെ. എന്താ ഇത്? ഇനിയും രണ്ടെണ്ണം ബാക്കിയുണ്ടല്ലോ. ആർക്ക് കൊടുക്കാതെ വന്നേ? എല്ലാവർക്കും കൊടുത്തു കാർത്തിക പറഞ്ഞല്ലോ. അവളുടെ ബാഗും കാലിയാണല്ലോ. നിന്റെ ബാഗിൽ എന്താ വസു രണ്ടെണ്ണം ബാക്കി വന്നത്? എന്താ സംഭവിച്ചത് പവനെ? അമ്മേ, അത് ഇവരോട് ചോദിച്ചാലൊന്നും പറയില്ല. എടുത്തി കാർത്തിയോട് ചോദിക്കും. പറയൂ കാർത്തികേ. നിങ്ങളുടെ മൗനവ്രതം അവസാനിച്ചു. ഇനി വാ തുറക്കാം. സോറി അമ്മേ,
എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. നീ പറഞ്ഞാ മതിയാകൂ. ഞാനാണേ സത്യം. പറയേ. വസു ഏട്ടത്തിയുടെ വ്രതം ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പോയി. വസു ഏട്ടത്തി അറിയാതെ സംസാരിച്ചു പോയമ്മേ. എന്റെ വ്രതം ഞാൻ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ പാവം വസു ഏട്ടത്തിക്ക് എന്താ വസു ഇത്? നീ സംസാരിച്ചോ? അത് പിന്നെ അമ്മേ, അത് വസു. ഞാൻ ചോദിച്ചത് വസുവിനോടാ ഭാവനെ, നിന്നോടല്ല. മിണ്ടാതിരിക്കാനടുത്ത് സംസാരിച്ചിട്ട് ഇപ്പൊ മിണ്ടാതിരുന്ന എങ്ങനെയാ മോളെ? പറയേ. എന്നോട് ക്ഷമിക്കമ്മേ, ഞാൻ സംസാരിച്ചു. സുമംഗലിക്ക് നീ കൊടുത്ത വെറ്റിലും ബാക്കും വാങ്ങിയില്ല, അതുകൊണ്ടാ ബാക്കി വന്നത് അല്ലേ? പൂജയ്ക്ക് മുമ്പ് ഞാൻ എത്ര തവണ പറഞ്ഞതാ, അത് കേൾക്കാതെ നീ സംസാരിച്ചു. 1 മണിക്കൂർ പോലും നിനക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ? ഈ വ്രതം നിന്റെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടും അത് നിനക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ലേ? അയ്യോ അമ്മേ, വസു വേണോന്ന് വിചാരിച്ച് സംസാരിച്ചല്ല. നീ മിണ്ടരുത് ഭവനെ. നീയും എന്നോട് കള്ളം പറഞ്ഞു അല്ലേ? ഒരു തടസ്സം ഉണ്ടായില്ലെന്ന് പറഞ്ഞ് നീ എന്നെ പറ്റിച്ചു അല്ലേ? വ്രതം പൂർത്തിയാക്കാതെ വന്ന് പാദപൂജ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്നറിയോ? നീ ചെയ്ത പാപത്തിന്റെ പങ്ക് അമ്മയ്ക്കും കുട്ടികൾക്കും കൊടുത്തു. നിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒരു കാര്യം പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ലേ? നിന്നെക്കാൾ ഇളയതായ കാർത്തിക എല്ലാം ഭംഗിയായി ചെയ്തു. നിനക്ക് എന്തുകൊണ്ട് അതിന് സാധിച്ചില്ല? നിന്നെപ്പോലുള്ളവർക്ക് പൂജയും വ്രതവും ഒന്നും പറഞ്ഞിട്ടുള്ളതല്ല. ഇനി നീ പൂജയ്ക്കൊന്നും നിൽക്കണ്ട. നീ എന്തെങ്കിലും ചെയ്താ അത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അനുവും കീർത്തിയും ഉണ്ണിയും പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പളാ ഞാൻ. മാഡം ആയിരുന്നോ? ഇരിക്കണം, ഞാൻ കോഫി കൊണ്ടുവരാം. 1 മിനിറ്റ് മാഡം.
നമസ്കാരം മാഡം. നമസ്കാരം സാർ. എന്താ മാഡം വിശേഷിച്ച്? കുട്ടികളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. നിങ്ങൾ ദിവസവും കുട്ടികളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, ഈവനിങ്ങിൽ പിക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളെ എങ്ങനെയാ പഠിക്കുന്നതെന്ന് വല്ലപ്പോഴെങ്കിലും അന്വേഷിക്കാറുണ്ട്? സോറി മാഡം, കുറച്ചു കാലമായിട്ട് ഞാൻ അല്പം ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് പാരന്റ്സ് മീറ്റിങ്ങിന് വരാൻ കഴിയാതെ പോയത്. ഇനി തൊട്ട് അങ്ങോട്ട് അറ്റൻഡ് ചെയ്തോളാം. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ സ്കൂളിൽ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ബട്ട് സ്കൂളിൽ നിന്ന് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുത്തുവിടാറുള്ള പ്രോഗ്രസ് കാർഡെങ്കിലും ഒന്ന് നോക്കിക്കൂടെ? അത് കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ബിസി ആയതുകൊണ്ട് എൻ്റെ ഭാര്യ അവരുടെ എല്ലാ കാര്യവും നോക്കുന്നേ. വസുന്ധര എന്ന് പറയുന്നത് ഇവരാണോ? ആ അതെ മാഡം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. എനി പ്രോബ്ലം മാഡം? ഈയിടെ അനുവും കീർത്തിയും തീരെ പഠിക്കുന്നില്ല. ക്ലാസ്സിൽ മഹാവികൃതിയാണ്. ഇതുവരെയുള്ള എല്ലാ യൂണിറ്റ് ടെസ്റ്റുകളിലും അനുവും കീർത്തിയും ഒന്നിൽ പോലും പാസ്സായിട്ടില്ല. ഒരു സബ്ജക്റ്റ് പോലും ഈ രണ്ട് കുട്ടികളും 10 മാർക്ക് കൂടുതൽ വാങ്ങിയിട്ടില്ല. പാരന്റ്സ് ഗ്രാജുവേറ്റഡ് ആയിട്ട് പോലും ഇത്തരം മാർക്ക് കണ്ടിട്ടും പ്രോഗ്രസ് കാർഡിൽ യാതൊരു കംപ്ലൈന്റ്സും ഇല്ലാതെ എങ്ങനെ നിങ്ങൾ സൈൻ ചെയ്തു? എക്സ്ക്യൂസ് മീ. എന്താ മോളെ? പ്രോഗ്രസ് കാർഡിൽ നിങ്ങളുടെ സൈൻ ആവശ്യമുണ്ട്. അത് സാധാരണ അച്ഛനല്ലേ ചെയ്യാറ്? അച്ഛൻ അതിന് ഓഫീസിൽ പോയില്ലേ? അച്ഛൻ വരുമ്പോഴത്തേക്കും ലേറ്റ് ആവും. പ്രോഗ്രസ് കാർഡ് ഇന്ന് തന്നെ സ്കൂളിൽ കൊടുക്കണം. ഓ അങ്ങനെയാണോ? ഇങ്ങതാ, ഞാൻ സൈൻ ചെയ്തു തരാം. മോളുടെ നോക്കട്ടെ. എന്താ ഇത്? രണ്ടുപേർക്കും ഒരുപാട് മാർക്ക് കുറവുണ്ടല്ലോ. അത് നിങ്ങൾ അറിയണ്ട. അതല്ല അനു, സ്കൂളിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നില്ലേ? ടീച്ചർ അമര്യാദയ്ക്ക് പഠിപ്പിക്കാത്തെ. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ അതറിയുന്നേ? ആദ്യം സൈൻ ചെയ്തതാ. ഇല്ല, നിങ്ങളുടെ അച്ഛനെ ഒരു തവണ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ടീച്ചറിനോടൊന്ന് സംസാരിക്കാൻ പറയാം. വേണ്ട, അച്ഛനോട് പറയണ്ട. ഞാനിത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എങ്ങനെ നന്നായി പഠിക്കാൻ പറ്റുക? അച്ഛനോട് പറയാൻ പറ്റിയ കാര്യമാണെങ്കിൽ നിങ്ങളോട് സൈൻ ചെയ്യാൻ പറയില്ലല്ലോ. വാ കീർത്തി, പോവാം. നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഈ സൈൻ താനാണോ ഇട്ടത്? അത്
ഇടാൻ പറഞ്ഞ സ്കൂൾ ടീച്ചറിനെ പോലെ ക്ലാസ് എടുക്കുന്നു. ഒരു സൈൻ ഇടാൻ എന്താ നമുക്കറിയില്ലേ? നിനക്ക് സൈൻ ചെയ്യാൻ അറിയാമോ? അച്ഛനെ പോലെയല്ല, അമ്മയുടെ സൈൻ ഇടാം. അമ്മയുടെ സൈൻ എന്തിനാ? അമ്മ എങ്ങനെ സൈൻ ഇടുന്നതെന്ന് ടീച്ചറിന് അറിയില്ലല്ലോ. നമ്മൾ എങ്ങനെ സൈൻ ഇട്ടാലും അമ്മ ഇട്ടെന്നേ വിചാരിക്കൂ. ഹായ്, നല്ല ഐഡിയ. ഞാൻ ചോദിച്ച കേട്ടില്ലേ, താനാണോ ഇട്ടതെന്ന്? ഞാൻ തന്നെ സൈൻ ചെയ്ത്. ഐ എം എക്സ്ട്രീംലി സോറി മാഡം. ഇനി മുതൽ അനുവിന്റെ കീർത്തിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നോ സർ, നിങ്ങളുടെ കുട്ടികൾക്ക് അഡ്മിഷൻ തന്നപ്പോഴേ ഞങ്ങൾ പറഞ്ഞതാ, കുട്ടികൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം, നന്നായി പഠിക്കണം എന്നൊക്കെ പറഞ്ഞതല്ലേ. എന്നാൽ ഈ കുട്ടികൾ പഠന കാര്യത്തിൽ വളരെ മോശമാണ്. സോ ഇതുപോലെയുള്ള ഡള്ളായിട്ടുള്ള കുട്ടികൾക്ക് ഉടനെ ഒരു ടെസ്റ്റ് നടത്തുന്നുണ്ട്. ആ ടെസ്റ്റിൽ പാസ്സായാൽ മാത്രമേ ഞങ്ങളുടെ സ്കൂളിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. ടെസ്റ്റ് കഴിയുന്നതുവരെ ഈ കുട്ടികൾ സ്കൂളിൽ വരണമെന്നില്ല. ഇതുവരെ ഉണ്ണി നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാ. ഈയിടെ ഇവനും ക്ലാസ്സിൽ കൃത്യമായി അറ്റൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണിയെ ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. വ്രതം മാത്രമാന്നാ വിചാരിച്ചത്. ഇപ്പൊ കുട്ടികളുടെ പഠിപ്പും കൂടി മൊത്തത്തിൽ നശിച്ചല്ലോ. ഈ അവസരം മുതലെടുത്ത് വസുവിന് ഇനിയും പണി കൊടുക്കാം. ഇത് വെച്ച് ഈ വീടിനെ രണ്ടായിട്ട് മുറിക്കാം. കുറച്ചു നേരം മുൻപ് ഇളം കാറ്റാണല്ലോ വീശിയത്. ഇനിയിപ്പോ സുനാമിയാണല്ലോ വരാൻ പോണത്.
എന്താ ആന്റി ഇത്? വലിയൊരു സുനാമി വരുമെന്ന് കാത്തിരുന്നിട്ട് എല്ലാവരും സൈലന്റ് ആയിട്ട് അങ്ങ് പൊക്കളഞ്ഞല്ലോ. എന്തുമാത്രം ഡിസപ്പോയിന്റ് ആയെന്നറിയോ? എടി മണ്ടി, ഇത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാടി. ആദ്യം നിശബ്ദതയായിരിക്കും. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല ആന്റി. ആ? ആദ്യം നടന്ന വഴക്ക് നന്നായിട്ട് മൂത്ത് വന്നതാ. ആ മൂപ്പിൽ തന്നെ ഈ വഴക്ക് നടന്നിരുന്നെങ്കിൽ അത് കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ടായനെ. അത് കൊള്ളാലോ. എന്റെ കൂടെ ചേർന്ന് വഴക്കിനോടുള്ള ഇഷ്ടം നിനക്കും കൂടിയല്ലോ. ആന്റിയുടെ കൂടെയല്ലേ സഹവാസം, പിന്നെ എങ്ങനെ നന്നാവാനാ? അപ്പൊ കറങ്ങി തിരിഞ്ഞല്ലേ എന്റെ തലയിൽ വെക്കുകയാണോ? ആന്റി തന്നെ എന്റെ ഇൻസ്പിറേഷൻ. ആന്റിയാണ് എന്റെ ഏറ്റവും വലിയ സെലിബ്രിറ്റി. ഹാ, ഇപ്പൊ നീ എന്നെ അഭിനന്ദിക്കും. പക്ഷെ എന്തെങ്കിലും ചെറിയൊരു തെറ്റ് ചെയ്താ നീ എന്നെ ചവിട്ടി പുറത്താക്കും. നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. എന്നെ ഇങ്ങനെയൊന്നും അവോയ്ഡ് ചെയ്യല്ലേ ആന്റി. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അത് നിങ്ങളെയല്ലേ ആന്റി. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഈ സൈലൻസ് ഒന്ന് ബ്രേക്ക് ചെയ്യാവോ? ഭൂകമ്പത്തിന്റെ തിരി കൊളുത്തു. അതിനു വേണ്ടിയാണല്ലോ ഞാനിവിടെ ഉള്ളത്. ഇപ്പൊ ഉടനെ വഴക്കാരംഭിച്ച അതുടനെ തന്നെ തണുത്തു പോകും. പക്ഷെ കുറച്ച് ഗ്യാപ്പ് കിട്ടിയാലുണ്ടല്ലോ, നമ്മളെപ്പോലുള്ളവർക്ക് ഇനിയും തീവ്രമായി ആലോചിക്കാനുള്ള ടൈം കിട്ടും. ആന്റി, നല്ലൊരു പ്ലാൻ ആലോചിക്കുക. ആദ്യം ആരെന്ന് ആരംഭിക്കാം? അമ്മയെന്ന് തുടങ്ങിയാലോ? എനിക്കറിയാം ആന്റി, ആദ്യം അമ്മയാണ് നമ്മൾ ചൂട് പിടിപ്പിക്കേണ്ടത്. അല്ല മോളെ, ഇപ്പൊ നമ്മൾ തീ കത്തിക്കേണ്ടത് നിന്റെ അമ്മായിയമ്മയല്ല, ദേ അവിടെ. നല്ല രീതിയിൽ രാവിലെ വ്രതം എടുത്തത് അവള്. ഈ ദിവസം ഇങ്ങനെ സംഭവിച്ചതിൽ വല്ലാത്ത വിഷമമുണ്ട്. അതെ ഏട്ടാ, പാവം വസു എടുത്തി ഒരുപാട് വിഷമായി കാണും. എന്താ വസു ഇത്? ചെറിയ കുട്ടികളെ പോലെ കണ്ണു തുടക്കി. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അഭി നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എല്ലാം കണ്ടിട്ടും അദ്ദേഹം ഒന്നും മിണ്ടാതെ പോയി. അതാ ചേച്ചി എന്റെ വിഷമം. അതാണ് അബിയുടെ നല്ല മനസ്സ്. ആവശ്യമില്ലാതെ അവൻ ആരും ഒന്നും പറയില്ല. പക്ഷെ അമ്മ പറഞ്ഞല്ലോ, എടുത്തി ഒരുപാട് വഴക്ക് പറഞ്ഞു. അദ്ദേഹം എന്നോട് മിണ്ടാതിരുന്നതിലോ അമ്മ എന്നെ വഴക്ക് പറഞ്ഞതിലോ എനിക്ക് സങ്കടമില്ല. അമ്മയില്ലാത്ത കുട്ടികളാണ്. കുട്ടികൾ എന്നോട് ഇതുവരെ നല്ല രീതിയിൽ അടുക്കാത്തതിലും അവരുടെ പഠിപ്പിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് അശ്രദ്ധ കാണിച്ചു പോയി ചേച്ചി. ഈ സംഭവത്തിൽ ആരായിരുന്നാലും ഇങ്ങനെ പെരുമാറു വസു? അങ്ങനെ ചെയ്യുന്നൊരു തെറ്റേ അല്ല. വസു ചെയ്ത കാര്യം തന്നെയാ ശരി. പക്ഷെ ഇപ്പൊ അതും തെറ്റായി പോയില്ലേ? ശരിക്കുള്ള തെറ്റ് അതല്ല വസു. അവരുടെ പ്രോഗ്രസ് കാർഡില് നീ മാർക്ക് നോക്കാതെ സൈൻ ചെയ്തതാ. ഇല്ല ചേച്ചി, ആ സൈൻ ഞാൻ ചെയ്തതല്ല. ഏട്ടൻ എന്താ ഈ പറയുന്നേ? വസു എടുത്ത് സൈൻ ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ ആരാ ചെയ്തേ? അത് കുട്ടികൾ ആരോ ചെയ്ത തെറ്റാണ്. പിന്നെ ഈ കാര്യം എന്താ നീ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാത്തെ? കുട്ടികളെ പറ്റി ഞാനിങ്ങനെ ഒരു മോശം കാര്യം പറയാം?